എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കലാമണ്ഡലം വിജയ്. ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് കലാമണ്ഡലം വിബി. ഞങ്ങൾ രണ്ടുപേരും കേരള കലാമണ്ഡലത്തിൽ ഏകദേശം 11 വർഷത്തോളം, എന്ന് വെച്ചാൽ 8ാം ക്ലാസ് മുതൽ MA വരെ കംപ്ലീറ്റ് ചെയ്തിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഞാൻ കഴിഞ്ഞ 7 വർഷത്തോളം, കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായിരുന്നില്ല, അതിന്റെ മുൻകാലം വരെ കേരള കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ച ഒരാൾ കൂടിയാണ്. ഇന്ന് ഈ പത്രസമ്മേളനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, കേരള കലാമണ്ഡലത്തിൽ ഈ കഴിഞ്ഞ മെയ് മാസം 25-ാം തീയതി താൽക്കാലിക അധ്യാപകരുടെ ഇന്റർവ്യൂവിൽ നടന്നിട്ടുള്ള അഴിമതിയെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഈ പത്രസമ്മേളനം നടത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കേരള കലാമണ്ഡലത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ മെസ്സുമായി ബന്ധപ്പെട്ട്, വിദ്യാർത്ഥികളുടെ മെസ്സുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി നടന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് കേരള കലാമണ്ഡലം അതിനെ സ്വാഗതം ചെയ്യുകയും അത് കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കേരള കലാമണ്ഡലത്തിൽ ഞങ്ങൾ രണ്ടുപേരുമാണ് ആ കേസുമായി മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരള കലാമണ്ഡലത്തിൽ എല്ലാ വർഷവും താൽക്കാലിക അധ്യാപകരുടെ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങളും ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ഒരു ജനാധിപത്യ രീതിയിൽ നമ്മൾ പോകുന്ന സമയത്ത് അധികാരികളെ, അല്ലെങ്കിൽ ഇന്ന് അവിടെയുള്ള ഭരണസമിതി അംഗങ്ങളെ അറിയിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ 2.5 മണിക്കൂർ മുന്നേ ഈ ആരോപണ വിധേയനായിട്ടുള്ള ഈ അധ്യാപകരും അതുപോലെ UGCയിലും ക്രമക്കേടുകൾ നടന്നതുകൊണ്ട് ഞങ്ങൾ അതും ഹൈക്കോടതിയിൽ കേസായിട്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ കലാമണ്ഡലം ശരിക്കും പറഞ്ഞാൽ ഒരു അഴിമതിയുടെ ഭൂസ്ഥലങ്ങളായി മാറിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഈ കേരള കലാമണ്ഡലത്തിൽ ഒരു ഇന്റർവ്യൂവിൽ അഴിമതി നടത്തി ഇല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ബോർഡിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങൾ എഴുതി കൊടുത്തതാണ് ഈ 2 വ്യക്തികളെ ഇരുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെയുള്ള രജിസ്ട്രാർക്ക് ഞങ്ങൾ എഴുതി നൽകിയതാണ്. അതിന്റെ കോപ്പി നിങ്ങളുടെ എല്ലാവരുടെയും കൈവശം കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഞങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ താൽക്കാലിക മിഴാവ് എന്ന വിഭാഗത്തിന്റെ ഇന്റർവ്യൂ നടപടി റദ്ദാക്കിക്കൊണ്ട് അതിന്റെ പുനർ ഇന്റർവ്യൂ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് ഇപ്പോ സാംസ്കാരിക വകുപ്പിലാണുള്ളത്. ഞങ്ങളത് വിജിലൻസ് പോലീസ് ഓഫീസർക്ക് ഞങ്ങൾ കൈമാറിയിട്ടാണ്. ഇതുവരെ അതിന്റെ നടപടികൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അറിയുണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ സാംസ്കാരിക വകുപ്പിൽ അത് ആ ഫയല് പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോ ഏകദേശം ലക്ഷങ്ങളാണ്, ഏകദേശം 10-32 ലക്ഷങ്ങളുടെ അഴിമതിയാണ് മെസ്സിൽ നടന്നിട്ടുള്ളത്. ആ വ്യക്തിക്ക് കഴിഞ്ഞ 1 വർഷമായിട്ട് പെൻഷൻ പോലും കിട്ടുന്നില്ല. പെൻഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയെ കലാമണ്ഡലത്തിൽ ഇല്ലാത്ത പോസ്റ്റായിട്ടുള്ള എസ്റ്റേറ്റ് മാനേജർ എന്ന പദവിയിൽ അദ്ദേഹത്തിന് നിലനിർത്തിയിരിക്കുകയാണ്. അതിനു പുറമെ വിസിറ്റിംഗ് പ്രൊഫസർ എന്ന് പറഞ്ഞിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. ഒരു ജനാധിപത്യ രീതിയിൽ ഒരു ഉദ്യോഗാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങൾ ആരുടെ മുന്നിൽ പോയിട്ടാണ് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്? ഞങ്ങൾ ഒരു വ്യക്തിയുടെ പേരിൽ, ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിൽ കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയുടെ മുന്നിൽ പോയിട്ടാണ് ഞങ്ങൾ ഇന്റർവ്യൂവിൽ പങ്കെടുത്തത്. ഞങ്ങൾക്ക് നീതി ലഭിക്കണ്ടേ? അപ്പോ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു പ്രസ് ക്ലബിൽ ഞങ്ങൾ ഒരു പ്രസ് മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചത്. എത്രയും പെട്ടെന്ന് ഇത് നിയമം, അതേപോലെ നിയമവും മുഖ്യമന്ത്രിയൊക്കെ ഒരാൾ തന്നെയാണ്. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വി സതീശൻ സാറാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി, കാരണം ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് കേരള കലാമണ്ഡലം, ഇന്ത്യയുടെ അഭിമാനമാണ്. ആ അഭിമാനമായിട്ടുള്ള കേരള കലാമണ്ഡലത്തിന്റെ ചുമതല
തീർച്ചയായും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ ആ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും കോപ്പി ഞങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട്. അതുപുറമെ നിങ്ങൾ മെസ്സിന്റെ അഴിമതി നടത്തിയതിന്റെ ഒരു കോപ്പിയും അതിൽ ഞങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോ നിലവിൽ കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങൾ തന്നെയാണ്, കഴിഞ്ഞ സർക്കാരിന്റെ ഭരണസമിതി അംഗങ്ങളാണ് ഇപ്പോഴും കേരള കലാമണ്ഡലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ സർക്കാർ സംവിധാനം വന്നിട്ട് പോലും കേരള കലാമണ്ഡലത്തിൽ ഇതുവരെ പുതിയ ഭരണസമിതി അംഗങ്ങൾ വന്നിട്ടില്ല. പുതിയ ഭരണസമിതി അംഗങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കേരള കലാമണ്ഡലത്തിൽ വന്ന് ചാർജ് എടുക്കുകയും കഴിഞ്ഞ 5 വർഷത്തിൽ നടന്നിട്ടുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവരികയും അതുപോലെ ഞങ്ങൾക്ക് ഈ മിഴാവ് എന്ന വിഭാഗത്തിന്റെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് പുനർ ഇന്റർവ്യൂ നടത്തി ഞങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ജനാധിപത്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, പുതിയ ഇന്റർവ്യൂ നടത്തി ഇതിനെ പുതിയ കോൺഫോം ചെയ്യണം എന്നുകൂടി ഞങ്ങൾ പറയുകയാണ്. അതുപോലെ ഇപ്പോൾ നടന്നിട്ടുള്ളത് +2 വരെയുള്ള അധ്യാപകരുടെ ഇന്റർവ്യൂ ആണ് നടന്നിട്ടുള്ളത്. അത് ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. എന്നാൽ മിഴാവ് തുള്ളൽ പോലെയുള്ള കലാവിഷയങ്ങളിൽ ഡിഗ്രി മുതൽ MA വരെയുള്ള വിഷയങ്ങളിൽ സ്ഥിരം അധ്യാപകർ പോലും ഇല്ല. ആ സ്ഥിരം അധ്യാപകർ പോലും ഇല്ലാത്ത ഇതുവരെ അതിന്റെ ഇന്റർവ്യൂ നടന്നിട്ടില്ല. എന്നാൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റിലെ ആളുകളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് കലാമണ്ഡലം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ മിഴാവിന്റെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ആയിട്ട് വെക്കണമെന്നാണ് ഞാൻ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കാറുള്ളത്. ഇല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് കൃത്യമായി ഞങ്ങൾ ലോകായുക്ത അതുപോലെ ഹൈക്കോടതി മുഖാന്തരം ഞങ്ങൾ നീങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതുപോലെ ഞങ്ങൾ ഒരു ദിവസം സൂചന എന്നുള്ള രീതിയിൽ കലാമണ്ഡലത്തിൽ ഒരു പ്രതിഷേധം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അധികാരികൾ കൃത്യമായിട്ട് അത് പരിശോധിച്ച് അത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ പങ്കെടുത്തതാണ്. ഇദ്ദേഹം കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പരാതി കൊടുത്തത്. അതുകൊണ്ട് ഇദ്ദേഹം പങ്കെടുക്കാതെ വിഷമം കൊണ്ട് പോവാണ് ചെയ്തത്. പക്ഷെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ 5ാം റാങ്കിലാണ്. ഇതില് വിവേചനം കാണിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ജനാധിപത്യ രീതിയിൽ താങ്കളുടെ നേരത്തെ ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ താങ്കളാണ് ആ ഇന്റർവ്യൂ ബോർഡിൽ ആവശ്യപ്പെട്ടിട്ടുള്ള വിധി എന്നെങ്കിൽ താങ്കൾ എനിക്ക് എന്തായാലും ജോലി തരികയല്ലോ. ആ ഒരു അവസ്ഥയാണ് കേരള കലാമണ്ഡലത്തിൽ മിഴാവ് വിഭാഗത്തിൽ നടന്നിട്ടുള്ളത്. ജനാധിപത്യ രീതിയിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾക്ക് നീതി കിട്ടാൻ ഞങ്ങൾ തന്നെ മുന്നോട്ട് വരണം. അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. കാരണം കേരള കലാമണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ ഒരു അഴിമതികൾ മാത്രമല്ല, ഈ മെസ്സിന്റെ അഴിമതി മാത്രമല്ല, നിരവധി അഴിമതികൾ നടന്നിട്ടുണ്ട്. എന്തിന് UGCയിൽ പോലും ഇപ്പൊ അപ്പോയിന്റ്മെന്റ് നടത്തിയ UGCയിൽ പോലും പല അഴിമതികളുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞ അത് ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ഞങ്ങൾ അധികം പറയുന്നില്ല. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. എന്തായാലും മാധ്യമ സുഹൃത്തുക്കൾ കൃത്യമായിട്ട് കേരള കലാമണ്ഡലത്തിൽ ചെന്ന് നിങ്ങൾ കുറെ കാര്യങ്ങൾ അവിടെയുള്ള ആളുകളായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. അത് അനിവാര്യമാണ്. അല്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഇല്ല എന്നുള്ളത് വിചാരിക്കരുത്. ഇതിപ്പോ ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മാത്രമായിട്ട് ഇന്ന് വന്നത്. ഞങ്ങൾ കലാമണ്ഡലത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞൊരു 8-10 വർഷമായിട്ട് അവർക്ക് നിരന്തരമായിട്ട് കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉള്ളത് ഞങ്ങളൊരു 3-4 കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ലല്ലോ. അതും കലാമണ്ഡലം പോലെ ഒരു സ്ഥാപനം, അതുപോലെ തന്നെ സർക്കാർ കഴിഞ്ഞ 4 മാസമായിട്ട് ഈ കേസ് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വട്ടം ഇത് ഏതെങ്കിലും വരുമ്പോഴും മറുപടി കൊടുക്കാതെ വരികയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യം ഇന്നിപ്പോ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാത്ത എന്താ വെച്ചാൽ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തുടർച്ചയായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയെന്ന് പറയുന്നില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ, നമ്മള് അതാണ് കലാമണ്ഡലത്തില് കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സമ്പ്രദായമാണ്. എത്ര ഒഴിവുണ്ട്, എത്ര അധ്യാപകർക്കാണ് എന്താ പറയാ ഇന്റർവ്യൂ നടത്തുന്നത് ഇവര് പറയാറില്ല. ഇവർക്ക് താല്പര്യമുള്ളവരെടുക്കും.
എന്നിട്ട് ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ കുറച്ച് പുറത്താക്കും. അതല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ വന്ന മുഴുവൻ പേരുടെ റാങ്ക് ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കാറില്ല. കലാമണ്ഡലത്തിൽ പഠിച്ചു പോയി കലാമണ്ഡലത്തിൽ MA ഡിഗ്രിയും കഴിഞ്ഞ സർട്ടിഫിക്കറ്റിന് പോലും വാല്യൂ ഇല്ല എന്നുള്ള നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവിടുത്തെ ഓരോ വർഷത്തെയും ഇന്റർവ്യൂവിന്റെ സ്കോർ ലിസ്റ്റ് നമുക്ക് കണ്ടാൽ തോന്നുന്നത്. മറ്റേ ആൾക്കാർ കലാമണ്ഡലത്തിൽ പഠിച്ചവരുന്നേ ബോർഡ് അംഗങ്ങള് ഉണ്ടായിരുന്നത് ഇന്ന് ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ള ആരോപ വിധേയരായിട്ടുള്ള 2 പേരുണ്ട്. മിഴാവിന്റെ എക്സ്പേർട്ട് ആയിട്ട് വന്ന ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയും അതിനു പുറമെ അവിടെ HOD ആയിട്ടുള്ള വ്യക്തിയാണ്. 2 പേരാണ് മെയിൻ ആയിട്ട് ഇരുന്നത്. അതിന് പുറമെ അധ്യാപക പ്രതിനിധികളായിട്ട് 2 പേരും കൂടി ഉണ്ടായിരുന്നു. താൽക്കാലിക നിയമനം താൽക്കാലിക നിയമനം എന്ന് പറഞ്ഞത് കലാമണ്ഡലത്തിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് താൽക്കാലിക നിയമനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിയമനത്തിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് നമ്മൾ വരും കാലങ്ങളിൽ പറയാം. ഓൾറെഡി അതിന്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. UGC നിയമനം UGC ആയിട്ട് കലാമണ്ഡലത്തിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ചിലത് കുറെയൊക്കെ UGCയിൽ നിൽക്കുന്നു, ചിലത് കുറെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ നിൽക്കുന്നു, കുറെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നിൽക്കുന്നു. ഇതെല്ലാം കൂടി ശ്രമിച്ചാൽ മാത്രമേ കലാമണ്ഡലത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇത് അത് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം. ഇല്ല തീരുമാനിച്ചിട്ട് അല്ല ഇന്റർവ്യൂ ഞങ്ങളിപ്പോ ഇന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അടുത്തൊരു ഇന്റർവ്യൂ ഇതിന്റെ സോഴ്സ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം +2 വരെയുള്ള ഇന്റർവ്യൂ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അവിടെ +2 മാത്രമല്ല ഉള്ളൂ, പിന്നെ ഡിഗ്രി MA കൂടി ഉണ്ട്. അപ്പോ അതിനുള്ള ഇന്റർവ്യൂ കൂടി നടക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് വേണം അതിന്റെ ഇന്റർവ്യൂ നടത്താനുള്ളതും കൂടിയാണ് ഇന്നത്തെ നമ്മളിവിടെ സംസാരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. അവരെ തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അവിടെ കാലങ്ങളായിട്ടാണ് എന്താ വെച്ചാൽ എത്ര ആൾക്ക് വേണമെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഏത് ക്ലാസ്സിലേക്കാണെന്നോ ഒന്നും പറയാതെ ഒരു എന്താ പറയാ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ കൂടി എന്നിട്ട് അവർക്ക് താല്പര്യമുള്ള ആളുകളെ എടുക്കും, ബാക്കിയുള്ളവരെ കുറിച്ച് പുറത്തു. ഇതാണ് കാരണം. 10 വർഷങ്ങളായിട്ട് തുടങ്ങുന്ന ആൾക്കാർ ഇങ്ങനെ കാര്യം പറയാം. 13 വർഷമായിട്ടുള്ളവരുണ്ട്. ഇപ്പോ ഞങ്ങള് പരാതി നൽകിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ചാൻസലർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിലുള്ള ഒരാൾ പോലുമില്ല. അവര് ശമ്പളം വാങ്ങിയിട്ട് പോവാന്നല്ലാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നു കലാമണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് കേരള കലാമണ്ഡലം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ പരാതിപ്പെട്ട ആള് കഴിഞ്ഞ വർഷം റിട്ടയർഡ് ആയ ആളാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം അവിടെ വിസിറ്റിംഗ് പ്രൊഫസറും അവിടെ ഇല്ലാത്ത പോസ്റ്റ് ആയിട്ടുള്ള എസ്റ്റേറ്റ് മാനേജർ എന്ന തസ്തികയിൽ പ്രതിമാസം 24,000 രൂപ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷമായിട്ട് പെൻഷൻ പറ്റാത്ത ഒരു വ്യക്തിയെ കേരള കലാമണ്ഡലത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ എടുക്കുന്ന അധ്യാപകരുടെ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നത് അനീതിയല്ലേ? ആ അനീതിയാണ് കേരള കലാമണ്ഡലം ചെയ്തിട്ടുള്ളത്. അതുപോലെ UGCയിൽ ക്രമക്കേട് നടന്നതിനാൽ ഞങ്ങൾ UGCക്കെതിരെ അവിടെ നടന്ന അപ്പോയിന്റ്മെന്റിനെതിരെ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വിചാരണ. ആ വിചാരണയിലുള്ള വ്യക്തിയും കേരള കലാമണ്ഡലത്തിൽ ഇപ്പോൾ നിലവിലെ മിഴാവിന്റെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തി UGC അധ്യാപകനായിട്ടുള്ള ആൾക്ക് ആ 2 വ്യക്തികളാണ് ഈ പ്രാവശ്യം ഇന്റർവ്യൂവിന് ഇരുന്നിട്ടുള്ളത്. ഈ പരാതി നൽകിയിട്ടുള്ളത് ഞങ്ങളാണ്. അപ്പൊ ഞങ്ങൾ അഭിമുഖീകരിച്ചത് ഈ 2 വ്യക്തികളാണ്. അതിൽ നിന്നും ഞങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ മോചനം കിട്ടണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ലോകായുക്ത മുഖാന്തരം ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു, അതുപോലെ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചു എന്ന് പറയാൻ കാരണം, ഒരു വർഷം 1 രൂപ പോലും പെൻഷൻ കൈപ്പറ്റാത്ത ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ നിലനിർത്തുന്നത് എന്നുള്ളതിന് അത്ഭുതമാണ്. ഉണ്ടെങ്കിൽ അതിൽ തക്കതായ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരാളെ വീണ്ടും കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെസിഡൻഷ്യൽ കോളേജ് സ്കൂളാണ് കേരള കലാമണ്ഡലം, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ ഒരാൾ പെൻഷൻ പറ്റാത്ത ഒരാൾക്ക് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ എല്ലാ സജ്ജീകരണത്തോടും കൂടിയിട്ടാണ് ആളെ അവിടെ നിർത്തിയിട്ടുള്ളത് എന്നുള്ളത് കൂടി ശ്രദ്ധയിൽ പെടുത്തുക.
നിയമനങ്ങളെ ഡിപ്ലോമ ബേസ്ഡ് ആയിട്ട് ഒരാളല്ലല്ലോ ഡിപ്ലോമയുള്ള ആളവിടെ അതെ അധ്യാപകർ മാത്രമല്ലല്ലോ. അല്ല 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 എല്ലാവരും ഡിപ്ലോമ അതെ 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 ഞാൻ അന്ന് ക്ലീനർ ജോലിയായിട്ട് ചെയ്തത് എന്നുള്ളതാണ്. അയോഗ്യതയല്ലാട്ടോ. നമ്മൾ ഒരാളെ കുറിച്ച് ഫുൾ അയോഗ്യത ഉണ്ട് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ സൂചിപ്പിച്ചു പോയി എന്ന് മാത്രം, ഒരു വ്യക്തിയെ കുറിച്ച് സൂചിപ്പിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അതിനെ കുറിച്ച് ബോധവാനായിരിക്കണം. വേണ്ടേ? ഒരു കടലാസിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മെസ്സിന്റെ അഴിമതിയിൽ ഒരു മാസം നമ്മളുടെ മുന്നിൽ ഒരു കടലാസ് വന്നാൽ നമ്മൾ ഒപ്പിട്ട് കൊടുത്തു, സ്വാഭാവികം. രണ്ടാമത്തെ മാസം വരുമ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടു സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ എന്താണ് ഇത്ര രൂപ എന്ന് പൊതുസമൂഹത്തിൽ എത്രയോ കടകളുണ്ട്. ഒന്ന് അന്വേഷിച്ച് വേണ്ടേ ഒരു സ്ഥാനത്തിന് ഒപ്പിട്ട് കൊടുക്കാൻ? അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മാസം ഒരു കൊല്ലമല്ല, 2-3 വർഷത്തേക്കാണ്. അതുകൊണ്ടാണ് ഏകദേശം ഇത്ര ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുള്ളത്. ഇതില് അദ്ദേഹം മാത്രമാണെന്ന് പറയുന്നില്ല, ഇതൊരു കൂട്ടഴിമതിയാണ് കലാമത്തെ സംബന്ധിച്ച്. ഒരു ഫയൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഫയൽ ഒരു വട്ടം ഒരാൾ കണ്ടില്ല, അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. വർഷം തുടർച്ചയായിട്ട് 10 മാസം വരുന്ന ഫയല്, 3-4 വർഷമായിട്ട് തുടർച്ചയായിട്ട് വരുന്ന ഫയല്, ഈ ഫയല് കണ്ടില്ല, ഇതിൽ ഇത്രയും അഴിമതി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു കാര്യത്തിൽ മെസ്സ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ കിടക്കുന്ന ഒരു കാര്യം, അത്യാവശ്യമുള്ളതാണെങ്കിൽ പോലും അപ്പൊ എത്രത്തോളം അഴിമതി കലാമത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൃത്യമായിട്ട് സാലറി കിട്ടുന്നില്ല, കൃത്യമായിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. വേറെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അവനവന്റെ അതാത് വരുന്ന കാലഘട്ടങ്ങളിൽ വരുന്ന ഭരണാധികാരികളുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട് കാലങ്ങളായിട്ട്. അപ്പൊ അങ്ങനെയാണ് ഇത്രയും അഴിമതി നടത്തിയ ഒരാളെ വീണ്ടും അവിടെ നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇനി വരുന്ന സംവിധാനത്തോട് പറയാനുള്ളത്. ഒരു 8-10 വർഷമായിട്ട് ഞങ്ങൾ ഈ കലാമത്തിൽ നിരന്തരമായിട്ട് ഇടപെടുന്ന ഒരാളുകൾ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോളൂ. ഇപ്പൊ നമ്മൾ ആരോപണ വിധേയനായ ഒരാളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് താൽക്കാലികമായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സസ്പെൻഷനിങ് നടത്തിക്കൂടെ? ഇവിടെ അതൊന്നും നടന്നിട്ടില്ല. അദ്ദേഹത്തിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അയാള് കുറ്റക്കാരനാണെന്ന് തെളിയട്ടെ എന്നാ പറയുന്നത്. എന്നാ അങ്ങനെ തെളിയട്ടെ എന്ന് പറയുമ്പോൾ കലാമണ്ഡലം ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കലാമണ്ഡലം പറയുന്നുണ്ട് എന്ത്, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിരുന്നു. അപ്പൊ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ വിധേയമായിട്ട് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഞങ്ങളും അന്വേഷിച്ചിരുന്നത് പറഞ്ഞു. ഈ നാളിതുവരെയായിട്ട് അത് അന്വേഷിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയില് ഇദ്ദേഹത്തിനെ സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടറേറ്റിൽ നിന്ന് വിളിച്ചിരുന്നു ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അവരും പറയുന്നത് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇനി ഞങ്ങൾ തെറ്റ് പറ്റാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. അപ്പൊ അത് ശരിയല്ലല്ലോ. അപ്പൊ ശരിക്കും ഇതിലെ പ്രതികൾ മുന്നോട്ട് വരണം. അത് ഒരാളെന്നല്ല ഞങ്ങൾ പറയുന്നത്, ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണോ അവരെല്ലാവരും പ്രതികൂട്ടിൽ വരണം. ഈ മെസ്സിൽ അഴിമതി നടത്തിയത് ഇവരൊക്കെ ലക്ഷങ്ങളും 10,000ങ്ങളും ശമ്പളം വാങ്ങുന്നവരാണ്. അവർക്ക് അർഹമായുള്ള പൈസ കൈവശം വെക്കാതെ കൂടുതൽ പൈസ മറ്റുള്ളവരിൽ നിന്നും അനർഹമായി സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. വിജിലൻസിൽ കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള പരാതിയാണ്, ഒന്നല്ല, 1 വർഷമായിട്ടുള്ള പരാതിയാണ്. വിജിലൻസിൽ അത് പരാതിപ്പെട്ടതിന് ശേഷം അത് വിജിലൻസ് അത് സർക്കാരിന് കൊടുത്തു. സർക്കാർ അത് അന്വേഷണത്തിന് വേണ്ടിയിട്ട് സാംസ്കാരിക വകുപ്പിന് കൊടുത്തു. സാംസ്കാരിക വകുപ്പ് അത് ഏകദേശം ഒരു 4-5 മാസം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ ഫെബ്രുവരി 16-നാണ് അതിന്റെ ഹിയറിംഗ് നടന്നത്. അതിനുശേഷം ഈ ദിവസം വരെ അത് ആ ഫയൽ അവിടെ നിന്ന് അങ്ങ് നീങ്ങിയിട്ടില്ല. ഇപ്പോഴും സാംസ്കാരിക വകുപ്പിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പുതിയ ഭരണമൊക്കെ വരുകൊണ്ടും എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. ഭരണ സംവിധാനങ്ങൾ അതും കൂടി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങളൊരു അഭ്യർത്ഥനയും കൂടി ഉണ്ട്. ഞാനാണ് എൻ്റെ വീട്ടിൽ അഴിമതികളുടെ ഒരു അംശം മാത്രമാണുള്ളത്. ഇതിൽ ഇന്ന് പറയാൻ തുടങ്ങിയാൽ നാളെ നേരം കൊടുക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞാലും കലാമണ്ഡലത്തിൽ അഴിമതി തീരില്ല. അത്രത്തോളം അഴിമതിയിലാണ് കലാമണ്ഡലം ഇപ്പം നടക്കുന്നത്. ഞങ്ങൾ വിഷയത്തിൽ നിന്ന് മാറി പോകണ്ടെന്നുള്ളതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാതിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു എളിയ ശ്രമത്തിന് നിങ്ങളുടെ എല്ലാവരും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.